ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് സാറ്റർഡേയിലെ വ്ളോഗാണ്. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര കുറച്ച് നാൾ മുമ്പൊക്കെ യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു ചീരയിലയാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ചീരയിലയാണെന്നാണ് പറയുന്നത്. അത് സാധാരണ ഇലകളൊക്കെ തോരൻ വെക്കുമല്ലോ, അതുപോലെ തന്നെ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഒതുക്കിയെടുത്തു. പിന്നെ ഞാൻ മുളക് കൂടെ ചേർത്ത് അരയ്ക്കാത്തത്, അതിൻ്റെ കൂടെ ഞാൻ ഉണക്ക കാന്താരി മുളകാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഇത് മക്കൾക്കാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അപ്പം എരിവ് കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അതുകൊണ്ട് മുളകെടുത്ത് മാറ്റിയിട്ട് വേണം അവരെ കൊണ്ടത് കഴിപ്പിക്കാൻ. അതിനാണ് ഇങ്ങനെ മുളക് സെപ്പറേറ്റ് ആയിട്ട് ചേർത്തിരിക്കുന്നത്. അങ്ങനെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ റെഡിയായി. പിന്നെ തലേ ദിവസത്തെ ചെമ്മീൻ കറിയും മത്തി വറുത്തതും ഉണ്ടായിരുന്നു. കൂടെ പപ്പടവും ഉണക്കമുളക് വറുത്തതും കൂടെ ഒരു രസവും കൂടി ഉണ്ട്. ഈ രസം എൻ്റെ ഒരു സ്വന്തം റെസിപ്പി ആട്ടോ. കാരണം ഇത്തിരി കോൾഡൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ നമ്മുടെ കുരുമുളക്, ജീരകം, മല്ലി, ഉലുവ എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കും. എന്നിട്ട് സാധാരണ എണ്ണയിൽ കടുക്, വറ്റൽമുളകൊക്കെ ഇട്ട് താളിച്ചിട്ട് അതിലേക്ക് വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള ഒരു രസമാണ്. അത് കാണാനൊരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് കിടിലമാണ്. അങ്ങനെ ചീരത്തോരനും പപ്പടവും രസമൊക്കെ വെച്ചിട്ട് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വാരി കൊടുക്കുന്ന വേറൊന്നുമല്ല, ഇതെല്ലാം കൂടെ ഈ ചീരയിലേക്ക് ഒന്ന് കഴിപ്പിക്കണമെങ്കിൽ വാരി കൊടുത്ത് തന്നെ കഴിപ്പിക്കണം. അങ്ങനെ ഇവിടെ ഇപ്പം നേരത്തെ തന്നെ സന്ധ്യയാകും, 5 മണിയാകുമ്പോഴേ സന്ധ്യയാകും. വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ അവരൊരു ഫിലിം കാണുവാണ്. അപ്പോഴത്തേക്കും സ്നാക്സായിട്ട് പഴംപൊരി ഉണ്ടാക്കി. ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയത് പെട്ടെന്ന് തീർന്നു. അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് വീണ്ടും ഉണ്ടാക്കിയതാണ്. രണ്ടാം തവണ ഉണ്ടാക്കിയപ്പോൾ ഞാനത് കുറച്ച് എള്ളൊക്കെ ചേർത്തു. പിന്നെ ബ്രെഡും കൂടി ബാക്കി വന്ന മാവിൽ പൊരിച്ചിട്ടു. തലേദിവസം വൈകുന്നേരം മേടിച്ച KFC ആണ്. വീഡിയോയ്ക്ക് ലെങ്ത് കുറവായതുകൊണ്ട് ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.